Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss the topics most economical trapezoidal channel and then problems. Okay, first, most economical trapezoidal channel. ഒരു ചാനൽ മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മിനിമം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഒരു ഗിവൺ എമൗണ്ട് ഓഫ് എക്സ്കവേഷന് മാക്സിമം ഡിസ്ചാർജ് തരുന്ന ചാനൽ മോസ്റ്റ് എക്കണോമിക്കൽ ചാനലാണ്. ആ മാക്സിമം ഡിസ്ചാർജ് അത് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ മിനിമം ആയിരിക്കണം. ഓക്കെ, അതാണ് മാക്സിമം ഡിസ്ചാർജ്. എപ്പോഴും ഒരു ഏരിയ, ചാനലിൻ്റെ ഫ്ലോ ഏരിയ, അതേപോലെ ബെഡ് സ്ലോപ്പ്, അതേപോലെ ഫ്രിക്ഷൻ കോയിഫിഷ്യൻറ്റ്, ഇത് ഫിക്സഡ് ആവുന്ന സമയത്ത് മാക്സിമം ഡിസ്ചാർജ് തരുക വെറ്റഡ് പെരിമീറ്റർ മിനിമം ആവുന്ന സമയത്താണ്. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഷേപ്സ്, അതായത് റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, ട്രപ്പിസോയിഡൽ, സർക്കുലർ എക്സെട്ര, ആ ഡിഫറെൻറ്റ് ഷേപ്സിന് മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നത്. മീൻസ് അവിടെ യൂസ് ചെയ്യുന്നത് മിനിമം വെറ്റഡ് പെരിമീറ്റർ എന്ന ക്രൈറ്റീരിയ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ഇനി ട്രപ്പിസോയിഡലിൻ്റെ കേസിലാണ് നോക്കാം. ഒരു ട്രപ്പിസോയിഡൽ ചാനൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത്, ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. അതേപോലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡി. അതായത് ഈ ഫിഗറിൽ എന്ത് വരും? ഡി ഇ എന്ന് വരും. നമ്മളെ ബേസ് എന്ന് പറയുന്നത്, അല്ല ബെഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി സി ആണ്. ഈ ഡി ആണ് ഡെപ്ത് ഓഫ് ഫ്ലോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ, അതിൻ്റെ സൈഡ്സ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സൈഡിൻ്റെ സ്ലോപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ. ഓക്കെ, അങ്ങനെയാണ് ഇതിലെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡി ഇ എന്ന് പറഞ്ഞ ഡയമെൻഷൻ സ്മോൾ ലെറ്റർ ഡി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ സി ഇ എത്രയായിരിക്കും? അത് ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ എക്സ്പ്രഷൻ പറഞ്ഞു തന്നെയാണ്. ട്രയാങ്കിൾ, അതിൻ്റെ ഹൊറിസോണ്ടൽ എക്സ്, വെർട്ടിക്കൽ വൈ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഈ സി ഇ കണ്ടുപിടിക്കാൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെർട്ടിക്കൽ ഡയമെൻഷൻ ഇൻറ്റു എക്സ് ബൈ വൈ എടുത്താൽ മതി. അതായത് സി ഇ ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ എന്താ വരുന്നത്? ഡി ഇ ഇൻറ്റു എക്സ് ബൈ വൈ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? എൻ ആണ്. വൈയുടെ സ്ഥാനത്ത് 1. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സി ഇ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു എൻ ബൈ 1. അതായത് സി ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി. ഓക്കെ, സി ഈസ് ഈക്വൽ ടു ഡി ഇ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്. ഇവിടെ എന്നും വന്നു. അതായത് സി ഈസ് ഈക്വൽ ടു എൻ ഡി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ഡി എന്തായിരിക്കും? എ ഡി എന്ന് പറഞ്ഞാൽ ടോപ്പിലില്ലേ ഈ ഒരു ലെങ്ത്ത്, അതങ്ങനെ കിട്ടും. എ ഡി ഈസ് ഈക്വൽ ടു ഈ ഒരു ബി സി പ്ലസ് ഈ ഒരു ഡയമെൻഷൻ സി പ്ലസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ. സീൻ്റെ വാല്യൂ എൻ ഡി കിട്ടിയിട്ടുണ്ട്, അതേ വാല്യൂ ആണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? ബി പ്ലസ് 2 ടൈംസ് എൻ ഡി വരും. അതായത് എ ഡി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2 എൻ ഡി. ഇനി ഇതിൻ്റെ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, അതങ്ങനെ കിട്ടും. നമ്മളെ നോർമൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷനെ പാരലൽ സൈഡ്സിൻ്റെ സമ്മ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 2. ഓക്കെ, അതിൽ ബി സി എന്ന് പറയുന്നത് ബി ആണ്. എ ഡി എന്ന് പറയുന്നത് ബി പ്ലസ് 2 എൻ ഡി ഇൻറ്റു ഡി ബൈ 2. ബി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2b പ്ലസ് 2 എൻ ഡി ഇൻറ്റു ഡി ബൈ 2. ഇതിൽ രണ്ടിലും 2 ഉണ്ട്. അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഈ 2നെ ക്യാൻസൽ ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി വരും. ഇനി ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം, കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിറൈവ് ചെയ്തെടുക്കേണ്ട ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഇതിൽ നിന്ന് എ ബൈ ഡി എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ബി പ്ലസ് എൻ ഡി എഴുതാം. അതുകൊണ്ട് ബി ഈസ് ഈക്വൽ ടു എ ബൈ ഡി മൈനസ് എൻ ഡി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി വരും. ഓക്കെ, ഇതിൽ എ ബിയും സി ഡിയും സെയിം വാല്യൂ ആണ്.
ഓക്കെ, കാരണം സിമ്മട്രിക്കലാണ്. സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്ത് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് ഇതും സെയിം ഡയമെൻഷൻ. അതുകൊണ്ട് എന്ത് ചെയ്താൽ പി ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് 2 ടൈംസ് സി ഡി. ഓക്കെ, ഇനി സി ഡിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. സി ഡി എന്തായിരിക്കും? ഈ ഒരു സൈഡ് എൻ ഡി ആണ്, ഈ ഒരു സൈഡ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് ഡി സ്ക്വയർ കോമൺ ആണ്, റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡി ആയി മാറും. പി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2d ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഈ എക്സ്പ്രഷനും ബൈ ഹാർട്ട് പഠിക്കണം. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് എക്സ്പ്രഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ബീന് ഓൾറെഡി ഞാൻ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 2ൽ പറഞ്ഞത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ അങ്ങനെ മാറും. പി ഈസ് ഈക്വൽ ടു എ ബൈ ഡി മൈനസ് എൻ ഡി. അതായത് ബീന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് എ ബൈ ഡി മൈനസ് എൻ ഡി പ്ലസ് ബാക്കിയിൽ ഈ ടേം 2d ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഇനി മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലാവുന്ന സമയത്ത് പെരിമീറ്റർ മിനിമം ആയിരിക്കും. ഇതിനെ ഇനി വിത്ത് റെസ്പെക്ട് ടു ഡി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ബാക്കി എ കോൺസ്റ്റൻറ്റ് എൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വേരിയബിൾ അന്നേരം ആര് മാത്രമേ ഇല്ലൂ? ഡി ആണ് വേരിയബിൾ. ഡി പി ബൈ ഡി ഡി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നത്? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഡി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എ കോൺസ്റ്റൻറ്റ് 1/d ഇരത് മൈനസ് 1/d സ്ക്വയർ, എൻ ഡി ഇരത് എൻ വരും. പിന്നെ ഇവിടെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഡി ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇനി നെഗറ്റീവ് ടേംസിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്താൽ റീഅറേഞ്ച് ചെയ്താൽ എ ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഏരിയയ്ക്ക് ഞാൻ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിനുശേഷം ഒരു ഡി ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഒരു ഡി ക്യാൻസൽ ചെയ്താൽ ഈ ഒരു എക്സ്പ്രഷനായി. കാരണം ഇവിടെ ഡി സ്ക്വയർ ആണ്, ഇവിടെ ഡി ആണ്. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ബി പ്ലസ് എൻ ഡി ഡിവൈഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, എൻ ഡി പ്ലസ് എൻ ഡി 2nd ആണ്. ബി പ്ലസ് 2nd ബൈ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഈ 2നെ താഴോട്ട് കൊണ്ടുവന്നു, ഡീനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ബി പ്ലസ് 2nd ബൈ 2 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഇതാണ് മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. ഞാൻ ഫിഗർ നോക്കിയിട്ട് ഈ വാല്യൂസൊക്കെ എന്താണെന്ന് നോക്കാം. ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബി പ്ലസ് 2nd അതെന്താ വരുന്നത്? ടോപ്പ് വിഡ്ത്താണ്. ബി പ്ലസ് 2nd, ബി പ്ലസ് എൻ ഡി പ്ലസ് എൻ ഡി, ബി പ്ലസ് 2nd പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്താണ്. ബൈ 2 എന്ന് വെച്ചാൽ ബി പ്ലസ് 2nd ബൈ 2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത്. ടോപ്പ് വിഡ്ത്തിൻ്റെ ഹാഫ്. ഇനി ഈ വാല്യൂ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് സി ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് എൻ ഡിയും ഇത് ഡിയും വന്ന സമയത്ത് ഡിയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? സി ഡിയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ഡി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു. മീൻസ് ലെങ്ത് ഓഫ് വൺ ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനലിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് എന്താ പറയുക? ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൺ ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കുകയാണ്. എം ഈസ് ഈക്വൽ ടു എ ബൈ പി ആണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയയുടെ എക്സ്പ്രഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷനും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ. അതായത് ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. ഓക്കെ, ഇതിന് ഈ ഒരു ഇക്വേഷനിൽ 2d ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 അതിന് എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 2d ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആണ്. അതായത് ബി പ്ലസ് 2nd. ഇതിൻ്റെ സ്ഥാനത്ത് ബി പ്ലസ് 2nd എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്താവും? ബി പ്ലസ് പിന്നെ ബി പ്ലസ് 2nd, അതായത് 2b പ്ലസ് 2nd. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബി പ്ലസ് എൻ ഡി. അതിന് ശേഷം ഇക്വേഷൻ എന്ന് വെച്ചാൽ എം ഈസ് ഈക്വൽ ടു എ ബൈ പി എന്ന് പറഞ്ഞ ഇക്വേഷൻ. അവിടെ രണ്ടിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ വാല്യൂ ഇതായിരുന്നു. പെരിമീറ്റർ ഞാനിപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പം b+nd ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തായാലും d/2. അതായത് ഫോർ എ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡിയൽ ചാനൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് m അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്തായിരിക്കണം, ഹാഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ആയിരിക്കണം. ഇതാണ് എൻ്റെ 2 ക്രൈറ്റീരിയാസ് വരുന്നത്. ഇനി ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡിയൽ സെക്ഷൻ. മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡിയൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സൈഡ് സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളത് ബാക്കിയെല്ലാം ഫിക്സ് ചെയ്യുന്ന സമയത്ത് സൈഡ് സ്ലോപ്പ് മോസ്റ്റ് എക്കണോമിക്കലിലേക്ക് എങ്ങനെ വരും അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഏരിയർ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. a = b+nd × d. അതേപോലെ അതിൽ നിന്ന് b എന്ത് എഴുതാൻ വേണ്ടി പറ്റും, a/d - nd എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷനും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. p = b+2d × n² + 1. ഇനി ഇവിടെ പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷനിൽ ഈ ബീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ഇക്വേഷൻ കിട്ടും, p = a/d - nd + 2d × n² + 1. ഈ വാല്യൂസൊക്കെ തൊട്ട് മുമ്പിലത്തെ ഡെറിവേഷനിൽ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, പെരിമീറ്ററിൻ്റെ ഇക്വേഷനിൽ ഇനി നമുക്കിവിടെ ബെസ്റ്റ് സൈഡ് സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം വേരിയബിളായിട്ട് എടുക്കേണ്ടത് ആരായിരിക്കും, n ആയിരിക്കും. ബാക്കിയെല്ലാം ഫിക്സ് ചെയ്ത് വെക്കണം. അതായത് വെൻ ഏരിയ ഓഫ് ഫ്ലോ ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ ആർ കോൺസ്റ്റൻറ്റ് ദെൻ n ഈസ് ദി ഓൺലി വേരിയബിൾ. അങ്ങനെ ആവുന്ന സമയത്ത് അടുത്ത ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം പെരിമീറ്ററിലേക്കിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു n ചെയ്യണം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈഡ് സ്ലോപ്പാണ്, മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ സൈഡ് സ്ലോപ്പ്. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. =0 ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഫസ്റ്റത്തെ ടേം ഈ ടേം എന്ന് വെച്ചാൽ n കണ്ടെയ്ൻ ചെയ്യാത്തതാണ്, കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ 0. ഇനി സെക്കൻഡ് ടേം എടുക്കുന്ന സമയത്തോ nd വിത്ത് റെസ്പെക്ട് ടു n ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -d. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് 2d കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം ആർക്ക് ഡിഫറൻസിയേഷൻ കൊടുക്കണം, ആ സ്ക്വയർ റൂട്ടിന് കൊടുക്കണം. ഓക്കെ, സ്ക്വയർ റൂട്ട് വെച്ചാൽ 1/2 ഇൻറ്റു ഈ ഒരു ടേം റെസ്റ്റ് -1/2 ഫസ്റ്റത്തെ ഡിഫറൻസിയേഷൻ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇതിന് ഡിഫറൻസിയേഷൻ കൊടുക്കണം. n² 2n വരും വിത്ത് റെസ്പെക്ട് ടു n. 1ൻ്റെത് 0. ഓക്കെ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അതിനുശേഷം ഈ 2ഉം ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താ, 2n × d ഉണ്ട്. ബാക്കി ഈ ടേം, ഈ ഒരു ടേമിന് എങ്ങനെ എഴുതാം, ഇപ്പം x⁻⁻² എന്നുള്ള ഫോർമാറ്റിലായില്ലേ, അതിനെന്താ എഴുതാം, 1/√x നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് -d + 2nd × 1/√n² + 1 = 0. ഈ ഒരു എക്സ്പ്രഷനിൽ ഇനി എന്ത് ചെയ്യുന്നത്, ആ ഡീനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ ഒരു ഡിയും ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. എന്ത് കിട്ടും, 2n = √n² + 1 കിട്ടും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. 4n². ഇവിടെ എന്ത് വരും, ആ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് ഒഴിവായി കിട്ടും. n² + 1 കിട്ടി. 3n² = 1. അതായത് n = 1/√3 കിട്ടി. ഇനി ഫിഗർ ഒന്ന് നോക്കുക. ഈ ഒരു ആംഗിൾ തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എന്താണ്, tan തീറ്റ. tan തീറ്റ എന്ന് വെച്ചാൽ എന്ത് വരും, ഈ ഒരു ആംഗിളും തീറ്റ വരും. ഇത് തീറ്റയും താഴത്തെ തീറ്റയെങ്കിൽ ഈ ഒരു ആംഗിളും തീറ്റയാണ്. tan തീറ്റ = എന്ത് വരും, 1/n വരും. n-ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, n-ൻ്റെ വാല്യൂ ഞാനിവിടെ 1/√3 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/1/√3 അല്ലെങ്കിൽ tan തീറ്റ = √3 വരും. കറസ്പോണ്ടിങ് തീറ്റ എത്രയായിരിക്കും, tan √3 വരുന്നത് തീറ്റ 60 ആവുന്ന സമയത്താണ്. മീൻസ് ഈ ഒരു ആംഗിൾ എത്ര വരും, 60. അതായത് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ്, ബാക്കിയുള്ള പാരാമീറ്റേഴ്സും ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. എ ട്രപ്പിസോഡിയൽ ചാനൽ ഹാസ് സൈഡ് സ്ലോപ്പ് ഓഫ് 1 horizontal to 2 vertical and slope of bed is 1 in 1500. The area of section is 40 meter square. Find the dimension of section if it is most economical. Determine the discharge of the most economical section if C is equal to 50. ട്രപ്പിസോഡിയൽ ചാനലാണ്. സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്ന സമയത്ത് ഡയമെൻഷൻസ്, പിന്നെ കറസ്പോണ്ടിങ് ഡിസ്ചാർജ്. ഓക്കെ, ഇതിൽ ആ സൈഡ് സ്ലോപ്പിൻ്റെ കാര്യം ഒന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മൾ ഡെറിവേഷനിലെടുത്തത് n 1 വെർട്ടിക്കലും n ഹൊറിസോണ്ടലും ആയിരുന്നു. അങ്ങനെ ആകുമ്പോൾ tan തീറ്റ, ഈ ഒരു ആംഗിളാണ് തീറ്റ വരിക. tan തീറ്റ = 1/n. 1 എന്ന് വെച്ചാൽ എന്തായിരുന്നു,
വെർട്ടിക്കൽ ഡയമെൻഷൻ ആയിരുന്നു, n വെച്ചാൽ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആയിരുന്നു. അതായത് 1/n ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ. അങ്ങനെ ആവുന്ന സമയത്ത് n എന്തായിരിക്കും? n എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ. നമുക്ക് ഈ പ്രോബ്ലം വായിച്ചിട്ട് എന്നിൻ്റെ വാല്യൂ എന്ന സമയത്ത് അങ്ങ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി? ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ എഴുതിയാൽ മതി. തന്നിരിക്കുന്നത് 1 ഹൊറിസോണ്ടൽ ടു 2 വെർട്ടിക്കലാണ്. അതായത് n ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ 1/2. ഏത് പ്രോബ്ലം ആയാലും നിങ്ങൾ ഡയറക്റ്റായിട്ട് എഴുതുക, ഇതൊന്നും വരച്ച് ചെയ്യണമെന്നൊന്നുമില്ല. n ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ ഈസ് ഈക്വൽ ടു 1/2. പിന്നെ ബെഡ് സ്ലോപ്പ് i തന്നിട്ടുണ്ട്, എൻ്റെ വാല്യൂ സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ എഴുതുക. ഓക്കെ, എന്താ? ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അതിന് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതുക. അതിനുശേഷം എന്നിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും സിമിലർ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു എക്സ്പ്രഷനിൽ എന്നിൻ്റെ വാല്യൂ 1/2 ഇട്ട് കൊടുക്കുന്നു. എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബി ഈസ് ഈക്വൽ ടു 1.236 ടൈംസ് ഡി കിട്ടി. ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല, സോൾവ് ചെയ്യുന്നത്. ബീനെ ഡീൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ട്രപ്പിസോയിഡലിൻ്റെ ഏരിയ നേരത്തെ പറഞ്ഞതാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ ഏരിയ യൂസ് ചെയ്യുകയാണ്. അതിൽ ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ഇതിൽ ബീൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെയും ഒരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഏരിയ കണക്ക് ഡീൻ്റെ ടേംസിൽ മാത്രം എക്സ്പ്രഷൻ കിട്ടി, കാരണം ബിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതുകൊണ്ട്. പിന്നെ ഏരിയ തന്നിട്ടുണ്ട് 40 മീറ്റർ സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ എന്തായി? ഇതിൽ നമുക്ക് 40 = 1.736 d സ്ക്വയർ. ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബി = 1.236 ടൈംസ് ഡി ആയിരുന്നു. ഡീൻ്റെ ഡയമെൻഷൻ വാല്യൂ കൂടെ കിട്ടി. ഇനി ഡിസ്ചാർജ്, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഡിസ്ചാർജ്. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ക്രൈറ്റീരിയ രണ്ടാമത്തെ എന്തായിരുന്നു? ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ എം വരുന്നുണ്ട്, അന്നേരം എമ്മിൻ്റെയും കണ്ടുപിടിക്കണം. എമ്മിൻ്റെ വാല്യൂ d/2 എടുക്കുന്ന വാല്യൂ കിട്ടി. ഇനി Q = AC√mi. ഡയറക്റ്റ് എൻ്റെ വാല്യൂ അറിയാം, സിൻ്റെ വാല്യൂ അറിയാം, എം ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്ലോപ്പ് അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ഡിസ്ചാർജ് കിട്ടി. ഇവിടെ എം = d/2 അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് എക്കണോമിക്കൽ എൻ്റെ ക്രൈറ്റീരിയ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രപ്പിസോയിഡൽ ചാനൽ ഹാസ് സൈഡ് സ്ലോപ്പ് ഓഫ് 3 ഹൊറിസോണ്ടൽ ടു 4 വെർട്ടിക്കൽ ആൻഡ് സ്ലോപ്പ് ഓഫ് ഇറ്റ്സ് ബെഡ് ഈസ് 1/2000. ഡിറ്റർമൈൻ ഒപ്റ്റിമം ഡയമെൻഷൻസ് ഓഫ് ദി ചാനൽ ഇഫ് ഇറ്റ് ഈസ് ടു ക്യാരി വാട്ടർ അറ്റ് 0.5 m³/s. ടേക്ക് ചെസീസ് കോൺസ്റ്റന്റ് ആസ് 80. ഓക്കെ, എങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞത്? ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ 3, വെർട്ടിക്കൽ 4. പിന്നെ ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്രൈറ്റീരിയ എന്താണ്? മോസ്റ്റ് എക്കണോമിക്കൽ. ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അതിനുശേഷം ഞാൻ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ബീനെ ഡീൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. തൊട്ട് മുമ്പിൽ ചെയ്തത് പ്രോബ്ലത്തിൽ പറഞ്ഞാൽ ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ബി = d കിട്ടി. ഓക്കെ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q = AC√mi ആണ്. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണം. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്താണ്? d/2 ആണ്. അതിനുശേഷം ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, Q = A × C × √mi. അതിൽ ഏരിയയുടെ എക്സ്പ്രഷൻ എന്താണ്? ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ ബിയും ഡിയും ഈക്വലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ബീൻ്റെ സ്ഥാനത്ത് ഡി കൊടുക്കുന്ന, എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് കിട്ടും? ഏരിയനെ ഒരു വേരിയബിൾസിൻ്റെ ടേംസിൽ കിട്ടി. ഇനി ഈ ഏരിയയുടെ ഇക്വേഷൻ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതെന്താണ്? ഒരു ഇക്വേഷൻ ഒരു അൺനോൺ, ഡി മാത്രമേ അതിൽ അൺനോൺ ആയിട്ടുള്ളൂ. സോൾവ് ചെയ്താൽ ഡീൻ്റെ വാല്യൂ കിട്ടും. ബിയും ഡിയും സെയിം ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അന്നേരം എന്ത് കിട്ടും? B = D = 0.55 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രപ്പിസോയിഡൽ ചാനൽ വിത്ത് സൈഡ് സ്ലോപ്പ് ഓഫ് 1:1 ഹാസ് ടു ബി ഡിസൈൻഡ് ടു കൺവേ 10 m³/s at a velocity of 2 m/s so that amount of concrete lining for the bed and side is minimum.
കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ലൈനിങ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ലെങ്ത് ഓഫ് കനാൽ. ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ലൈനിങ് ഫോർ ദ ബെഡ് ആൻഡ് സൈഡ് ഈസ് മിനിമം. മിനിമം ലൈനിങ് മീൻസ് അതെന്തായിരിക്കും? മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷൻ ആയിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷൻസിന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. പിന്നെ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ലൈനിങ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ലെങ്ത്. എന്നിൻ്റെ വാല്യൂ 1 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കലാണ്. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? നമുക്ക് ഏരിയ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ബേസിക്കലി ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. ഈ രണ്ടും തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റായിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയ കിട്ടി. പിന്നെ ബി എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ വിഡ്ത്ത് ഓഫ് ചാനൽ, ഡി ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അതായത് മിനിമം എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ലൈനിങ് മീൻസ് ചാനൽ ഈസ് മോസ്റ്റ് ഇക്കണോമിക്കൽ. അതുകൊണ്ട് നമുക്ക് മോസ്റ്റ് ഇക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. അതിൽ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഈ ഇക്വേഷനിൽ എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് ബിൻ്റെയും ഡിൻ്റെയും റിലേഷൻ കിട്ടും. തൊട്ട് മുമ്പിൽ 2 പ്രോബ്ലത്തിലുണ്ടായ മാതിരി ബി ഈസ് ഈക്വൽ ടു 0.828 ഡി കിട്ടി. ഇനി ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ്. ഇതിൽ ബീൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ എ ഈസ് ഈക്വൽ ടു 1.828 ഡി സ്ക്വയർ കിട്ടി. പക്ഷേ ഏരിയ എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 5 മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 എക്സ്പ്രഷൻ, ഏരിയയിലെ 2 എക്സ്പ്രഷൻസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഡീൻ്റെ വാല്യൂ കിട്ടി. ഡീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബീൻ്റെ വാല്യൂ, ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ട് അതും കൂടെ കിട്ടും. ഓക്കെ, ഇനി ഏരിയ ഓഫ് ലൈനിങ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ലെങ്ത് ഓഫ് കനാൽ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഏരിയ ഓഫ് ലൈനിങ് വെച്ചാൽ ഈ ഇന്നറിൽ കൊടുക്കുന്നതാണ് ലൈനിങ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമുക്ക് അങ്ങനെ ഈ ബ്രൗൺ കളറിൽ കാണുന്നത്, അതിന് കറസ്പോണ്ടിങ് ഏരിയ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനാവും. ഈ ഒരു ലെങ്ത്ത് ഇതെന്താണ്? ഈ ഒരു ലെങ്ത്ത് പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ ആണ്. ആ പെരിമീറ്റർ ഇൻറ്റു ദാറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായി? ഏരിയ ആയി. ആ ലെങ്ത്ത് നമുക്കിപ്പോൾ 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലെങ്ത്ത് 1 ആയിട്ട് എടുത്തു. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻ നമുക്കറിയാം. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെരിമീറ്ററിൻ്റെ വാല്യൂ കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തായി? പെരിമീറ്റർ ഇൻറ്റു 1 ലെങ്ത്ത് ചെയ്താൽ എന്ത് കിട്ടും? ഏരിയ ഓഫ് ലൈനിങ്ങും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഓപ്പൺ ചാനൽ ഓഫ് മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷൻ ഹാവിംഗ് ദ ഫോം ഓഫ് ഹാഫ് ഹെക്സഗൺ വിത്ത് ഹൊറിസോണ്ടൽ ബോട്ടം ഈസ് റിക്വയർഡ് ടു ഗിവ് എ മാക്സിമം ഡിസ്ചാർജ് ഓഫ് 20.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഓഫ് വാട്ടർ. The slope of channel bottom is 1 in 2500. Take Chassis constant C is equal to 60 in Chassis equation. Determine the dimension of cross section. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹാഫ് ഹെക്സഗൺ, ട്രപ്പീസോയിഡൽ സെക്ഷൻ ഹാഫ് ദി ഹെക്സഗൺ ആണ്. ഒരു കംപ്ലീറ്റ് ഹെക്സഗൺ. ഓക്കെ, നിങ്ങൾക്കിത് ഹെക്സഗൺ ഈ ഫിഗറിൽ കംപ്ലീറ്റ് ചെയ്യിക്കാനാവും. അതിൻ്റെ ഹാഫാണ് നമ്മളെ ചാനൽ. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ എത്ര വരും? ഇതിൻ്റെ ഇന്നർ ആംഗിൾ 120 ആണ് വരുന്നത്. ബാക്കി പുറത്തത്തെ ഈ ആംഗിൾ സൈഡ് സ്ലോപ്പ് കറസ്പോണ്ടിങ് ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് മീൻസ് ഇക്കണോമിക്കൽ ചാനലാണ്, മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലാണ്. ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിൾ 60 ആണെന്ന് പറഞ്ഞു. മീൻസ് ടാൻ തീറ്റ. ഓക്കെ, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ടാൻ തീറ്റ പറഞ്ഞാൽ 1/n വരും. അതായത് ടാൻ 60, തീറ്റ 60 ആണ്. അതായത് √3 ഈസ് ഈക്വൽ ടു 1/n വരും. മീൻസ് n ഈസ് ഈക്വൽ ടു 1/√3. ഓക്കെ, ട്രയാങ്കിൾ തന്നെ കിട്ടും. ഇത് 60 ആണെങ്കിൽ ഇവിടെ ഈ ആംഗിളും 60 തന്നെ വരും. ഓക്കെ, പിന്നെ ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ചാനൽ, ഡെപ്ത് ഓഫ് ഫ്ലോ. ഇനി മോസ്റ്റ് ഇക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയാസ് തന്നെ ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അതേപോലെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, ഫസ്റ്റത്തെ ക്രൈറ്റീരിയ എടുക്കുന്നത് എന്നിന് 1/√3 കൊടുത്താൽ എന്ത് കിട്ടും? ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ. ബാക്കി സ്റ്റെപ്സൊക്കെ സോൾവ് ചെയ്ത് നോക്കുക. ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ അതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, അതിന് ശേഷം ഏരിയ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ബീനെ ഞാൻ ഡീൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിൻ്റെ വാല്യൂ അറിയാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏരിയ ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ടേംസിലേക്ക് എത്തിക്കുന്നതല്ല.
അതിനുശേഷം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ D/2, M ഈസ് ഈക്വൽ ടു D/2. ഇനി ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഏരിയക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ C അറിയാം, M അറിയാം. മീൻസ് ഒരു ഇക്വേഷൻ ഒരു അൺനോൺ. നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സിംഗിൾ വേരിയബിൾസിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരാം. കാരണം നമുക്ക് ഒരു ഇക്വേഷൻ ഒരു അൺനോൺ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഒരു ഇക്വേഷൻ രണ്ട് അൺനോൺസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം ഒരു വേരിയബിൾസിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരു ഇക്വേഷനാണ്. ഓക്കെ, അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡീൻ്റെ വാല്യൂ കിട്ടും. ഒരു ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്താൽ ഡീൻ്റെ വാല്യൂ കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ ഡിയും ബിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ട് ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡയമെൻഷൻസ് ആണ് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, എ പവർ കനാൽ ഓഫ് ട്രപ്പിസോഡിയൽ സെക്ഷൻ ഹാസ് ടു ബി എക്സ്കവേറ്റഡ് ത്രൂ ഹാർഡ് ക്ലേ അറ്റ് ലീസ്റ്റ് കോസ്റ്റ്. ഡിറ്റർമൈൻ ദി ഡയമെൻഷൻ ഓഫ് ചാനൽ given the discharge equal to 14 meter cube per second, bed slope 1:2500 and Manning's n is equal to 0.020. ഇവിടെ ക്വസ്റ്റനിലൊരു കാര്യം പറയുന്നുണ്ട്, ലീസ്റ്റ് കോസ്റ്റ്. എൻ്റെ മീനിങ് എന്തായിരിക്കും? ചാനൽ എന്ന് പറയുന്നത് മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സൈഡ് സ്ലോപ്പ് തന്നിട്ടില്ല. എന്നിൻ്റെ വാല്യൂ തൊട്ടുമ്പോഴത്തേലെല്ലാം നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഡയമെൻഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നത്? ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. മോസ്റ്റ് ഇക്കണോമിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n, അല്ലെങ്കിൽ തീറ്റ 60 ഡിഗ്രി വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് n ഈസ് ഈക്വൽ ടു 1/√3 ഡിറൈവ് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. അത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതായത് n ഈസ് ഈക്വൽ ടു 1/√3. പിന്നെ ഇതിൽ മാനിങ്സ് C തരുന്നതിന് പകരം മാനിങ്സ് കോയിഫിഷ്യൻ്റാണ് തന്നിരിക്കുന്നത്. n ഈസ് ഈക്വൽ ടു 0.020. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ക്യാപിറ്റൽ എന്നിന് പകരം സ്മോൾ ലെറ്റർ എന്നും യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് മാനിങ്സ് ഒന്നും തരാണ്ട് ടേക്ക് n സ്മോൾ ലെറ്റർ n ഈസ് ഈക്വൽ ടു ഇങ്ങനെ തരാനും സാധ്യതയുണ്ട്. ആ കേസിൽ മനസ്സിലാക്കണം, അത് മാനിങ്സ് കോയിഫിഷ്യൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ B വിഡ്ത്ത്, D ഡെപ്ത് ഓഫ് ഫ്ലോ, മോസ്റ്റ് ഇക്കണോമിക്കലിൻ്റെ ക്രൈറ്റീരിയ. B ഈസ് ഈക്വൽ ടു half the top width is equal to length of one of the sloping side. അതിൽ n എടുത്തിട്ടുണ്ട്. നേരം B is equal to റിലേഷൻ കണ്ടുപിടിക്കുന്നത് 2D/√3. ഓക്കെ, ഇനി ട്രപ്പിസോഡലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A is equal to B plus ND into D. അതിൽ ബിക്കും എന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡീൻ്റെ ടേംസിലോട്ട് ഏരിയനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. തൊട്ടുമുമ്പെല്ലാം ചെയ്ത മാതിരി തന്നെയാണ്. A is equal to D/2. ഇനി ഡിസ്ചാർജ് Q is equal to AC√mi. ഓക്കെ, ഇതിൽ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാനിങ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, 1/n m⁻⁴. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ m അതേമാതിരി n. ഇനി ഈ രണ്ട് m ഉണ്ട്. ഇവിടെ m⁻⁴ ആണ്. ഇവിടെ √m എന്ന് വെച്ചാൽ m⁻². അത് a⁻m × a⁻n ഫോർമാറ്റ് ആയതുകൊണ്ട് a⁻m+n എഴുതുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ എന്ന് കിട്ടി 1.732 d² × m⁻²/3. ഇനി മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്ന സമയത്ത് m ഈസ് ഈക്വൽ ടു D/2. എമ്മിൻ്റെ സ്ഥാനത്ത് D/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെന്തായി? ഒരു ഇക്വേഷൻ ഒരു അൺനോൺ വേരിയബിളായി. അത് നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡീൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ബീൻ്റെ വാല്യൂ അറിയാം. ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ അറിയുന്നതുകൊണ്ട് എന്താ, ഡി കിട്ടിക്കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാവും.